വിമാന കമ്പനികളുടെ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ നമ്മുടെ അതേ വികാരം തന്നെയാണ് അവരും പ്രകടിപ്പിച്ചത്. വിമാന കമ്പനികൾ അവധിക്കാലങ്ങളിൽ പ്രവാസികളെ ചൂഷണം ചെയ്യുകയാണ് എന്നതാണ് നമ്മുടെ നിലപാട്. അതിനോട് പൂർണ്ണ യോജിപ്പാണ് അവർക്കും ഉണ്ടായത്. ഇന്ത്യൻ പൗരന്മാരെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ പാടുണ്ടോ എന്നാണ് മന്ത്രി തന്നെ ഇങ്ങോട്ട് ചോദിച്ചത്. അപ്പോൾ സംയുക്തമായി ഇക്കാര്യം വ്യോമയാന മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ധാരണയായി. അവരും വ്യോമയാന മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, നമ്മൾ സംസ്ഥാനം എന്ന നിലക്ക് വ്യോമയാന മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ധാരണയായത്. ഇപ്പോൾ ഗൾഫിലെ ഇന്ത്യൻ മിഷനുകളിൽ മലയാളി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ എംബസികളിൽ ഗൾഫ് രാജ്യങ്ങളിൽ വീട്ടുജോലിക്കാർ പീഡനങ്ങൾക്കിരയാകുന്ന സംഭവം ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് അവർ വീക്ഷിക്കുന്നത്. ഇതിൽ ഒരു പ്രശ്നം അവർ ചൂണ്ടിക്കാണിച്ചത്, ഇത് പലതും സംഭവിക്കുന്നത് അനധികൃത ഏജൻസികൾ റിക്രൂട്ട് ചെയ്ത് ആളുകളെ അയക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നാണ്. അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ എംബസിയുടേതായ ഒരു പരിരക്ഷയുണ്ടാകുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ആവശ്യമായ അവബോധം സൃഷ്ടിക്കാൻ പ്രത്യേക നടപടി സ്വീകരിക്കുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പ്രചരണങ്ങൾ ഇപ്പോൾ മലയാളത്തിലില്ല, അത് മലയാളത്തിൽ കൂടി വ്യാപിപ്പിക്കാൻ തയ്യാറാവും. അതുപോലുള്ള കാര്യങ്ങൾ വിദേശത്ത് നിന്ന് മൃതദേഹം കൊണ്ടുവരാൻ എല്ലാ സഹായവും ചെയ്യും എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് വേണ്ട നിർദ്ദേശം മിഷനുകൾക്ക് നൽകും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്.